സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ആമേൻ. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യ പിന്നെയും വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. ആമേൻ. അല്പനിമിഷം ധ്യാനിപ്പാൻ യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ നടന്നു പോയി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം, ഈ 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ മറുകര കടത്തുവാൻ യോശുവയെ ദൈവം ആ കാലത്ത് എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യോശുവ എഴുന്നേറ്റു. കാരണം ദൈവം തന്നിൽ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഇന്ന് പകൽക്കാലം ചില യോശുവമാരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവം ഭരമേൽപ്പിച്ചത്, ദൈവം തന്നിരിക്കുന്ന ദൈവിക ആലോചനകളെ മാറ്റിവെച്ച് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ശൂന്യമാണ്. ദൈവ പൈതലെ, ദൈവം നിന്നെ ഏൽപ്പിച്ചത് നോക്കിക്കേ. 3-ാം അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അനന്തരം യോശുവ അതികാലത്തെ എഴുന്നേറ്റു, അവനും ഇസ്രായേൽ മക്കൾ എല്ലാ പേരും, സ്തോത്രം, എല്ലാ പേരും ആമേൻ ആ സമയത്ത് പുറപ്പെട്ട് ആമേൻ യോർദാൻ അരികെ വന്നു. ആമേൻ. സ്തോത്രം. ഇവരെല്ലാവരും രാവിലെ തന്നെ, സ്തോത്രം, രാവിലെ തന്നെ എന്ത് ചെയ്തു? ഇവർ യോർദാന്റെ അരികിൽ വയ്ക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, യോർദാന്റെ അരികെ ദൈവം യോശുവയിൽ കൂടെ വളരെ അത്ഭുതകരമായി ഒരു ധൈര്യം യോശുവയുടെ മേൽ ദൈവം പകരുകയാണ്. സ്തോത്രം. യോശുവ ജനത്തോട് എല്ലാവരും പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ ഇരിക്കുക. സ്തോത്രം. യോർദാൻ എന്ത് ചെയ്യും? വിഭാഗിക്കപ്പെടും. ആമേൻ. സ്തോത്രം. ഏറ്റവും ആഴം കൂടിയ ഒരു നദിയാണ് യോർദാൻ. ഈ യോർദാനിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആമേൻ. എലിശ യോർദാനിൽ അത്ഭുതം ചെയ്തു. ആമേൻ. എലിശയുടെ കൂടെ പുറപ്പെട്ട ആമേൻ ആ പുരോഹിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ട, മരം മുറിക്കാൻ വേണ്ടി പുറപ്പെട്ട ചില വ്യക്തികളുടെ കോടാലി, അതിലൊരാളുടെ കോടാലി ഊരി യോർദാനിലേക്ക് വീണു. സ്തോത്രം. അപ്പോൾ യോർദാനിലേക്ക് വീണ കോടാലിയെ എടുക്കാൻ വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിക്കേ, അത്ര ആ കലങ്ങി മറിയുന്ന യോർദാനകത്ത് നിന്ന് ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാൻ അമ്മേനെ കാലഘട്ടത്തിൽ എലിശയെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. അതുമാത്രവുമല്ല, എന്നാൽ പ്രാരംഭഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യോർദാനെ 2 ഭാഗത്തേക്ക് തിരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, എലിശ തന്നെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ച് യോർദാനെ അടിച്ച് തിരിച്ച് മറുകര കടന്നു വന്നു. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ യോർദാനിൽ കൂടെ ദൈവം, തൻ്റെ ഭക്തന്മാരിൽ കൂടെ ദൈവം ഉണ്ട് എന്ന് അറിയിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചില ദൈവിക ആലോചനകൾ, ആമേൻ, ഈ ദിവസങ്ങളിൽ നിസ്സാരമെന്ന് കാണാതെ അതിന് വില കൊടുത്ത് ദൈവശബ്ദത്തിനും ദൈവിക ആലോചനയ്ക്കും ദൈവിക വചനത്തിനും വില കൊടുത്ത് മുൻപിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫെബ്രുവരി മാസം തീരും മുൻപേ ചിലതിനെ ദൈവം വിഭാഗിച്ച് ദൈവം നിന്നെ
മറുകര എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മറുകര കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ദൈവ പൈതലേ, ഒരറ്റത്തുനിന്ന് മററ്റം വരെ നോക്കുമ്പോൾ അതിൻ്റെ അറ്റം പോലും കാണാൻ കഴിയാതെ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന യോർദാന്റെ ആമേൻ ഈ നദിയെ ഒരു പുരോഹിതന്റെ കയ്യിൽ കൂടെ അത് രണ്ടായി വിഭാഗിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ദൈവാത്മാവ് ആരോടൊക്കെയോ ദൈവാലോചന വിളിച്ചു പറയുന്നു. നിനക്ക് വേണ്ടി ചിലത് വിഭാഗിക്കാൻ ദൈവത്തിന് ഇന്ന് പകൽക്കാലം കഴിയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചോദിക്കാറില്ലേ, ഈ കർത്താവ് വയസ്സായി പോയോ, ഇനി ചെയ്യാൻ കഴിവുള്ള ദൈവമാണോ, കണ്ണൊന്നും കണ്ടൂടെ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ എന്ത് ചെയ്തിട്ടില്ല, കുറുകിയിട്ടില്ല. നീ കേൾക്കാൻ നീ പറയുന്നത് കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ജനത്തെ അവരെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ, അവരുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറയാൻ, 1-2 പേരല്ല നിൽക്കുന്നത്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം നിൽക്കുക ഒരു മനുഷ്യന്റെ വാക്കിൽ. ആമേൻ. കയ്യിലിരിക്കുന്നത് എന്തെന്നറിയാമോ? യഹോവയുടെ പെട്ടകമാണ്. ദൈവകുഞ്ഞെ, നിന്റെ കയ്യിൽ കർത്താവിൻ്റെ പെട്ടകമുണ്ടെങ്കിൽ നീ ഏത് യോർദാൻ ഇനി കലങ്ങി മറിഞ്ഞു വന്നാലും ഒരിക്കലും നിനക്ക് അതിനകത്തുനിന്ന് ഒരു വേദന വരത്തില്ല. ആമേൻ. ദൈവം നിന്നെ അതിശക്തമായി പുറത്തു കൊണ്ടുവരും. കാരണം ദൈവത്തിന് നിന്നിൽ കൂടെ ഒരു വലിയ പദ്ധതി ചെയ്തെടുപ്പാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം. ആമേൻ. നോക്കിക്കേ, യോശുവ ഈ നിയമപ്പെട്ടകം ചുമന്ന് ആ ഉണങ്ങിയ യോർദാന്റെ ആ പ്രൈസുകൾ നടുവിൽ നിൽക്കുകയാണ്. ആ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ ജനമെല്ലാം കടന്നുപോയ ശേഷമാണ് ആമേൻ അതേ സ്ഥലത്ത് കൂടെ യോശുവ മറുകര കടന്നത്. നമുക്കറിയാം, മോശ ചെങ്കടലിനെ വിഭാഗിച്ചു. സ്തോത്രം. ആമേൻ. ഉണങ്ങിയ നിലത്തൂടെ ജനത്തെ മറുകര കടത്തി. അതുപോലെ ആമേൻ ഈ യോർദാനെ യോശുവയിൽ കൂടെ ദൈവം വിഭാഗിച്ചു. ഇന്ന് പകൽ ഇതേ യോർദാനെ എലിശ വിഭാഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇരട്ടിപ്പങ്ക് പ്രാപിച്ച പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ച് മറുകര കയറിയ ഒരു പുരോഹിതനെ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, എത്ര വെല്ലുവിളി മുഴക്കുന്ന യോർദാനാണെങ്കിലും, എത്ര ഭീമപരമായിട്ടുള്ള വിഷയമാണെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് മറുകര കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുക. ദൈവകുഞ്ഞെ, നിന്റെ ഏത് വിഷയവുമാകട്ടെ, യോർദാന്റെ ആമേൻ മുൻപിൽ നീ പേടിക്കത്തില്ല. ഇനി കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന യോർദാനാണെങ്കിലും, നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന യോർദാനാണെങ്കിലും, പെട്ടകത്തിന്റെ മുമ്പിൽ വഴിമാറിയേ പറ്റൂ. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ മുമ്പിൽ ഈ യോർദാൻ വഴിമാറിയേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുമ്പോൾ, കലങ്ങി മറിയുന്ന യോർദാനുണ്ട്, പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്ന യോർദാനുണ്ട്, പ്രതികൂലങ്ങൾ അഴിച്ചുവിടുന്ന യോർദാനുണ്ട്, മനസ്സിനെ മടുപ്പിക്കുന്ന യോർദാനുണ്ട്. ആമേൻ. സ്തോത്രം. സകല യോർദാന്റെ കെട്ടുകളെയും പൊട്ടിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. ആ കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയും? ഇവിടെ യഹോവയുടെ നിയമപ്പെട്ടകമാണ് ചുമക്കുന്ന പുരോഹിതന്മാർ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടോ? നിന്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ?
ആ സാന്നിധ്യത്തിന്റെ മറവിൽ ഒരു വലിയ നിയോഗം വെളിപ്പെടാൻ പോകയാം. പ്രാർത്ഥിക്കാമോ? കണ്ണുകളെ ഒന്നടയ്ക്കാമോ? ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അപ്പ, നല്ല പകലിനായി സ്തോത്രം. കർത്താവേ, പലപ്പോഴും ചില യോർദാൻ ഞങ്ങളെ മറുകര കടത്തില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഇന്ന് പകൽക്കാലം യോർദാന്റെ ഉണങ്ങിയ നിലത്തുകൂടെ മറുകര കടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ചുറ്റി വളയുന്ന സകല യോർദാന്റെ അനുഭവങ്ങളും സ്വർഗത്തിലെ ദൈവം ആമേൻ അബദ്ധമാക്കി ഒരു വലിയ നിയോഗം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തും പല രാജ്യത്തും ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ അഭിഷക്തന്മാരെയും പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.